അറിയുമോ? എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് കൃഷി പോകുമ്പോഴേ അവിടെ ഹരിപ്പാട് അടുത്തായിട്ട് ഒരു കൃഷി പോലത്തെ ഒരു സംഭവമാണ്. ജൈവ കലവറയാണോ? അത് തന്നെ, ജൈവ കലവറ എന്നാണ് ഞാൻ കാണുന്നത്. ഇന്ന് നമുക്ക് അവിടെ പോയാലോ? പോകാം. അവിടെ കൃഷി മാത്രമല്ല, അവിടെ പശു വളർത്തലെല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോകാം. ശനിയാഴ്ച നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. പതിറ്റാണ്ടിലേറെയായി ഹരിപ്പാട് പട്ടണത്തിൻ്റെ ഹൃദയത്തിൽ 4.5 ഏക്കർ ഭൂമിയെ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയാക്കി മാറ്റിയ കർഷക ദമ്പതികളായ ശ്രീമതി വാണിയുടെയും ശ്രീമാൻ വിജിത്തിൻ്റെയും സംരംഭമാണ് പ്രകൃതി ജൈവ കലവറ. കൃഷിയോടുള്ള അമിതമായ ഇഷ്ടം കാരണമാണ് കൃഷിശാസ്ത്രം പഠനമായി തിരഞ്ഞെടുത്തത്. പിന്നീട് തുടർ ജീവിതം മുഴുവൻ സമയം കാർഷിക വൃത്തിയുടേതായി മാറി. ശ്രീമതി വാണിയുടെ കൃഷിയിടത്തിൽ നാട്ടുമരങ്ങൾ, വന്യവൃക്ഷങ്ങൾ, നാടൻ പശുക്കൾ, നാടൻ മത്സ്യങ്ങൾ, നാടൻ കോഴി, താറാവ്, 12-ലധികം വാഴയിനങ്ങൾ, ഔഷധച്ചെടികൾ എന്നിവയുണ്ട്. 2019 സംസ്ഥാന യുവ കർഷക അവാർഡ്, 2012 സംസ്ഥാന യുവ പ്രതിഭാ പുരസ്കാരം, 2024 വനമിത്ര പുരസ്കാരം, 2023 മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരം, 2025 സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ കർഷക തിലകം അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ വാണിയെ തേടി എത്തിയിട്ടുണ്ട്. വാണിയുടെ ജൈവാങ്കണത്തിലെ കാഴ്ചകളിലേക്ക് കടക്കാം. ഇവിടെ ഏകവിള കൃഷിയല്ല, മറിച്ച് പ്രകൃതി കൃഷിയാണ് ചെയ്യുന്നത്. പ്രകൃതി കൃഷിയിലൂടെ പ്രസിദ്ധയായ യുവ കർഷക വാണി മേഡം നമ്മോടൊപ്പമുണ്ട്. നമുക്ക് പരിചയപ്പെടാം. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനിടയായ സാഹചര്യം എന്താണ്? എന്ന് ആരംഭിച്ചത് ഞാൻ കൃഷിയെ പഠിച്ചത്. ഇരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇത് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. 2009 കൃഷിയും എല്ലാം നമ്മൾ തുടങ്ങുന്നത്. അതായത് പ്രകൃതി കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞാൽ എക്കോളജിക്കൽ ആയിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് ഈ പ്രകൃതി സൗഹൃദ ശാസ്ത്രീയ കൃഷി രീതികളാണ്. അത് നമുക്ക് വിപണി കിട്ടാതെ കർഷകർക്ക് വിപണി കിട്ടാറില്ല. അഥവാ കിട്ടിയാൽ തന്നെയും മെച്ചപ്പെട്ട വില ലഭിക്കത്തില്ല, ന്യായവില ലഭിക്കത്തില്ല, അന്തസ്സോടെ ജീവിക്കാനുള്ള വില ലഭിക്കത്തില്ല. കർഷകർക്ക് ന്യായവില ലഭിക്കാതിരിക്കുകയും ആവശ്യമായ വിപണി ലഭിക്കാതിരിക്കുകയും നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇങ്ങനെ ഒരു എക്കോ ഷോപ്പ് ഇവിടെ ആരംഭിക്കുന്നത്. അന്നത്തെ സർക്കാരിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ ഇതിനേറെ അനുകൂലമായിരുന്നു. അന്നത്തെ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ സാർ കർഷകരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന മന്ത്രി കൂടിയായിരുന്നു. കർഷകർക്ക് ആവശ്യം വിപണിയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇവിടെ ഈ എക്കോ ഷോപ്പ് ആരംഭിക്കുന്നത്. അങ്ങനെ അടുത്ത പ്രദേശങ്ങളിൽ നിന്നുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഉണ്ടാക്കാൻ ഇതിലൂടെ സാധിച്ചു. ജൈവ കലവറയിലെ കാഴ്ചകളിലേക്ക് കടക്കാം. ഇവിടെ ഓരോ സ്ഥലവും പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള സംയോജിത കൃഷിരീതിയാണ് നടത്തുന്നത്. കാർഷിക വൃത്തിയുടെ ഭാഗമായി മാലിന്യ സംസ്കരണവും ചെയ്തു പോകുന്നു. മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സംസ്കരിച്ചുകൊണ്ട് അത് വളമായി ഉപയോഗപ്പെടുത്തുന്നു. വെറുതെ ഇട്ടേക്കണ്ടല്ലോ ഈ കൃഷിയിൽ. ഇത് ഏരിയ നമ്മുടെ കിച്ചണിൽ നിന്നൊക്കെ വരുന്ന നമ്മുടെ ടാങ്ക് ഇട്ടാവും. പിന്നെ ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട് ഇവിടെ. ഇത് കമ്പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കമ്പോസ്റ്റിംഗ് എല്ലാം നമ്മൾ കോഴികൾക്ക് വേണ്ടിയിട്ടില്ല, അവർക്ക് ചെയ്യാനും പിന്നെ ബ്ലാക്ക് സോഡിയഫൈഡ് ലാർവ അവർക്ക് പ്രോട്ടീനായിട്ട് അവൈലബിൾ ആവാനാണ്. ഒന്നും മറ്റൊന്നിനെ ഇത് ചെയ്യുന്ന രീതിയിൽ ഈ സ്രോതസ്സിൽ തന്നെ നമുക്ക്. പിന്നെ നമ്മളൊരു ഏകദേശം ഒരു 1 ടണ്ണോളം മിച്ചഭക്ഷണമൊക്കെ ഉണ്ടല്ലോ, മിച്ചഭക്ഷണം പിന്നെ വെജിറ്റബിളിൻ്റെ വേസ്റ്റ് ഒക്കെ കമ്പോസ്റ്റ് ചെയ്യുന്നത് ഒരു ദിവസം. സോയിൽ ഓർഗാനിക് കാർബൺ കൂടാനും അത് നമുക്ക് നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മാലിന്യത്തെ ശരിക്കും നമ്മൾ നല്ലൊരു റിസോഴ്സ് ആയിട്ട് കാണണം അഗ്രികൾച്ചറിന്റെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പുറത്തൊന്നും കൊണ്ടിങ്ങനെ ഇടത്തില്ല, റോഡിലൊക്കെ
അതിനെ സോർട്ട് ചെയ്ത് സെഗ്രിഗേറ്റ് ചെയ്ത് നമുക്ക് അത് യൂസ് ചെയ്യാം. നമ്മൾ ചെറുപ്പത്തിലേ കുഞ്ഞുങ്ങളിൽ ഒരു കൾച്ചർ ഉണ്ടാക്കുക വളരെ നല്ലതാണ്. പക്ഷെ നമുക്കൊന്നും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. സോർട്ടിങ്, സെഗ്രിഗേറ്റിങ്, മാറ്റി വിടുക. നമ്മളിങ്ങനെ വീട്ടായിട്ടിരുന്ന് കല്ലാസ് കളഞ്ഞ് അങ്ങനെ പോകും. അങ്ങനെ കോഴിക്കുള്ള ഒരു സ്പേസ് ആണ്. ഇപ്പൊ കോഴിയുടെ പോപ്പുലേഷൻ കുറച്ച് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പക്ഷിപ്പനി വന്നപ്പോ അതിന് മുമ്പ് നമ്മള് കുറെ കൊടുത്തു മാറും. കാരണം നമുക്കറിയാം ഈ ഒരു സമയമാകുമ്പോ പക്ഷിപ്പനിയുടെ ഒരു സീസൺ ആവും. കറക്റ്റ് ഡിസംബർ ആവും. നമ്മൾ ഒരു ഒക്ടോബർ ഇപ്പൊ നമ്മള് ഒരു അടുത്ത ആഴ്ചയോ അതിന്റെ അടുത്ത ആഴ്ചയോ നമ്മള് പുതിയ വാക്സിൻ ഇതാണ് മദർ പ്ലാന്റ് നഴ്സറി. മദർ പ്ലാന്റ് നഴ്സറിയോട് ചേർന്ന് തന്നെ ഒരു കാവുണ്ട്. ക്ലൈമറ്റ് റെഗുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാവിനെ കൃഷിയുടെ ഒരു മൈക്രോ ക്ലൈമറ്റ് റെഗുലേഷന് വേണ്ടി ഡൈവേഴ്സിറ്റി പരമാവധി നോക്കുന്നുണ്ട്. ഇതിനകത്ത് ശരിക്കും ഇൻഡിജിനസ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്. ഇപ്പൊ തമ്പകം പോലുള്ള ഹോപ്പിയ പാർക്കോറ, പിന്നെ താൻ ടെർമിനേലിയ, അതുപോലെ തന്നെ നമ്മുടെ പേരാല്, ഇതൊക്കെ അതാണോ മത്സ്യക്കുളം? ഇതാണ് കുളം. അതിലെ ഒരു കുളം നിങ്ങൾ കണ്ടു. അതാണ് രണ്ട് കുളങ്ങളാണ്. തലക്കുളം പോലെ ഇത് ഒരു കുളമാണ്, അത് ഒരു കുളം. അത്യാവശ്യം ഉണ്ടാവും, നല്ല ആഴമുണ്ട്. പക്ഷെ കുഞ്ഞിക്കുളങ്ങൾ ഇതൊക്കെയാണ്. ചാമ്പയുണ്ട്, മറ്റേ കശുമാവുണ്ട്, മാവുണ്ട്, സപ്പോട്ടയുണ്ട്. ഇതൊരു ഫുഡ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ഫ്രൂട്ട് ഫോറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ. ആ കാണുന്ന ബാഗ് അങ്ങനെ ചെറിയ ചെറിയ പാർട്സ് ആയിട്ടാണ്. സോയിൽ ഓർഗാനിക് കാർബണിന്റെ കൂട്ടാനുള്ളൊരു പരീക്ഷണമായിട്ട് അതിന്റെ സാധനമായിട്ട് കുറച്ച് ഡൈവേഴ്സ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഡൈജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ നിന്ന് കളക്ട് ചെയ്ത് ഫീൽഡിലേക്ക് കൊണ്ടുപോകും കുറേശ്ശെ ആയിട്ട്. അപ്പൊ കുറച്ച് മതി ഒരു ചെടിയുടെ ചോട്ടിലേക്ക് നമുക്കൊരു 2 kg വെക്കുന്നത്. ഇതാണ് അല്ലെങ്കിൽ നമുക്കൊരു ചെടിയുടെ ചോട്ടിലേക്ക് ഒരു 10 kg ഒക്കെ നമ്മൾ നോക്കുന്നത്. ഇതേ അപ്പൊ ഇതിന്റെ കുരുടിപ്പുണ്ടോ ഈ സോയിലില്ലേ? അപ്പൊ അതിന് ഒരു കുരുടിപ്പില്ല, കണ്ടോ? അതിനില്ല കുരുടിപ്പ്. ഇതല്ലേ മെയിൻ ആയിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. ചില്ലി വരുമ്പോ ഉടനെ ഇതാണ് കുടങ്ങൽ കേട്ടോ. ഞാൻ ഓരോരുത്തരും ഒരു വെറൈറ്റി കിട്ടിയപ്പോ ഞാനൊന്ന്, നമ്മളിതിനെ അമൃതമുത്തി എന്നാണ് വിളിക്കുക. ഇത് നമ്മുടെ വൺ ഓഫ് ദ കമ്പോസ്റ്റിംഗ് മെത്തേഡാണ്. എയറോബിക് കമ്പോസ്റ്റിംഗ് മെത്തേഡാണ് ഇത്. ഇതിങ്ങനെ ഓരോ ലെയറായിട്ട് സാധനങ്ങൾ ഇട്ടിട്ട് ഇത് അമങ്ങി വരും. ഇത് ചെമ്പോട്ടിയാണോ? അല്ലല്ല, ഇത് പേരക്ക സാമ്പാറിനാണ്. പേരക്കയുടെ ഫ്ലേവർ. ഇത് കണ്ടോ, ഏവിയൻ ക്ലോണെ നമ്മൾ എന്റർടൈൻ ചെയ്യും. അതിന് അവർക്ക് സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ചില്ലകൾ വേണം, വളരെ മസ്റ്റാണ്. കൃഷിയോടൊപ്പം തന്നെ പക്ഷികൾക്കും ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അടുത്ത് തന്നെ ഒരു മുളങ്കാടുണ്ട്. മുളയിന്ന് നമ്മൾ അത്യാവശ്യം വെട്ടി വിൽക്കുന്നുണ്ട്. മുളയിന്ന് നമ്മൾ മുളയായിട്ട് വെട്ടി വിൽക്കും. പിന്നെ പുട്ടുകുറ്റിയൊക്കെ വെക്കും. പിന്നെ നമ്മൾ മുള ഈ നടാനുള്ള ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ നടാനുള്ള ചെറിയ ചെറിയ സാധനങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കും. പിന്നെ ഈ കണ്ടല് നടാനായിട്ട് മുള നമ്മൾ വെട്ടിത്തരും. മുളകൊണ്ട് മുളക്കാക്കി കെട്ടിയത് അമൃതമണി ഉണ്ടാക്കിയതാണ്.
ഇത് കണ്ടോ, അമൃതമിട്ടി. അമൃത മണ്ണ്. അമൃതമിട്ടി എന്ന് പറഞ്ഞാൽ നമ്മളത് സബ്സിഡൈസ് ഇതാണ്. അപ്പോ പ്രോപ്പർട്ടി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇത് തിരിച്ചങ്ങോട്ട് എവിടെയാണ് നമ്മൾ ചെയ്യുന്ന അതിന്റെ അടുത്ത് തന്നെ നമ്മൾ ഇതുപോലെ വളരെ കൃത്യമായിട്ട് ഷേപ്പായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് അത് വളരെ ഇമ്പോർട്ടൻറ്റ്. എല്ലാ കർഷകർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ മെത്തേഡുമാണ് സാധനം ഉണ്ടാക്കിയെടുക്കുക. ഇതിനകത്ത് കരിമ്പുണ്ട്. നമ്മുടെ ഈ കാണാൻ പറ്റുന്ന സാധനം കരിമ്പും നമ്മുടെ പുല്ലുമാണ്, തീറ്റപ്പുല്ലുമാണ്. പക്ഷേ ഇതിനകത്ത് മുളകുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെറ്റിക്കുളമുണ്ട്, തീറ്റുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു മണ്ണ് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ മണ്ണിനകത്ത് ഈ ക്രോപ്സിന്റെ എല്ലാത്തിന്റെയും ഇപ്പൊ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ചീരയുണ്ട്, പാവലുണ്ട്, പയറുണ്ട്, പിന്നെ നിത്യവഴുതനുണ്ട്, പിന്നെ ഒരു ക്രോപ്പും കൂടെ കുമ്പളമുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഏകദേശം ഒരു 5 ക്രോപ്പെങ്കിലും ഇല്ലാതെ നമ്മൾ ഒരു ഏരിയ ഓടിക്കത്തില്ല. ഇതിനകത്ത് അങ്ങനെ ചീരയും പിന്നെ കുറച്ച് പാവലും കൂടെ നടാൻ വേണ്ടിയിട്ട് ബെഡ് ഒരുക്കിയിട്ടത്. ഇതിനകത്ത് ഇപ്പൊ അമൃതമിട്ടി നമ്മൾ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അമൃതമണി സൈഡിൽ അത് ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ട്. തന്നെ ഒന്നും കുറച്ചില്ല. ഈ ഒരു ലൊക്കാലിറ്റി ഗാന്ധി പറയത്തില്ലേ, വീട് ഉണ്ടാക്കുന്ന 2 കിലോമീറ്റർ ടൊമാറ്റോ, നമ്മുടെ തക്കാളി ഉണ്ട്. തക്കാളി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ തക്കാളി മുകളിലോട്ട് കയറിയില്ല, അതിങ്ങനെ ഇവിടെ നിന്നങ്ങ് കളിച്ചു. പിന്നെ വഴുതന ഉണ്ടായിരുന്നു. കടയിലായി ഈ നേരത്തെ വാങ്ങിച്ചു. അതായത് ഫസ്റ്റ് അത് 1 വരും, പിന്നെ ഇത് 2 വരും. ചിലപ്പോ അത് 3 വരും. ഒരു നെറ്റിൽ തന്നെ 3, ഒരു നോഡിൽ തന്നെ 3 എണ്ണം നമുക്ക്. ഹെഡ്ജ് ക്രോപ്പായിട്ട് നമ്മള് ഹെഡ്ജ് ക്രോപ്പായിട്ട് ഇവിടെ തീറ്റപ്പുല്ലാണ് വെച്ചിരിക്കുന്നത്. ഒരുപാട് നാട്ടുമാവുകളും ഇവിടെയുണ്ട്. മാവുകളാണ് 23 എണ്ണമാണ്. അതൊരു നാടൻ മാവാണ്, ഇതൊരു നാടൻ മാവാണ്, അതൊരു ശർക്കര മാവെന്ന് പറഞ്ഞിട്ട് അത് ചന്ദ്രക്കാല. ഒരു 20 ചെടിക്കുള്ള ഒരു സാധനം ഉണ്ടാവില്ല. ഒരേ ഇനത്തിൽപ്പെടുന്ന 20 ചെടിയിൽ കൂടുതൽ ഒരു സ്ഥലത്ത് കാണില്ല. മാത്രമല്ല കുറഞ്ഞത് ഒരു 5 തരം വിളകൾ ഒരിടത്ത് കൃഷി ചെയ്യുന്നു. ഇതിലൂടെ മണ്ണിൻ്റെ മൈക്രോബിയൽ ക്വാളിറ്റിയും ഫെർട്ടിലിറ്റിയും വർദ്ധിപ്പിക്കുന്നു. വിളകൾക്കുണ്ടാകുന്ന കീടബാധകളുടെ വ്യാപനം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. സോയിൽ ഓർഗാനിക് കാർബണിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്ന് വിശദീകരിക്കാമോ? സോയിലിന്റെ കപ്പാസിറ്റി ഇത് പ്രൊവൈഡ് ചെയ്യാനാണ്. സാധനം അവിടെ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അത് ലോക്കായിട്ട് പോയാലോ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അസിഡിക് സോയിലിൽ ഫോസ്ഫറസ് മിക്കവാറും അയഡിനോടും അലൂമിനിയത്തിനോടും ലോക്കായിട്ട് പോകും. അതിനെ സൊലിബിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്യാനോ ഉള്ള മൈക്രോബ്സ് അവിടെ ഇല്ലെങ്കിൽ അവൈലബിൾ ആവത്തില്ല. അപ്പോഴാണ് നമ്മൾ വാം യൂസ് ചെയ്യുന്നത്. നമ്മൾ pH-നെ സന്തുലിതപ്പെടുത്താതെ അല്ലെങ്കിൽ അമ്ലക്ഷാര അനുപാതത്തെ സന്തുലിതപ്പെടുത്താതെ 7 ന്യൂട്രലിലേക്ക് എത്തിക്കാതെ
നമുക്ക് ചെടികൾക്ക് ന്യൂട്രിയൻ്റ് അവൈലബിൾ ആവില്ല, ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും ഏതില്, ഓർഗാനിക് കാർബൺ. ഓർഗാനിക് കാർബൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ ഇടതൂർന്നു നിൽക്കുന്ന വൃക്ഷലതാദികൾ നല്ലൊരു കുളിർമ പ്രദാനം ചെയ്യുന്നുണ്ട്. തേനീച്ച വളർത്തലിനൊരിടം. ഇവിടെ വിവിധ ഇനം നാടൻ പശുക്കളെയും പരിപാലിച്ചു പോകുന്നു. ഏതൊക്കെ വെറൈറ്റീസ്? കൃഷ്ണയുണ്ട്, ചെറുവള്ളിയുണ്ട്. ആ എത്തിക്കുട്ടി നോക്കുന്നില്ലേ, അത് കാസർഗോഡ്. നാടൻ ഇനങ്ങളാണല്ലേ? നാടനാണ് ഇത് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ള ഗഡ് മൈക്രോബ്സ് ഉണ്ട്. മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ അതിന് പിന്നെ തീറ്റയും നമ്മൾ കൊടുക്കുന്ന സാങ്കേതികത തീറ്റാണ്. ഇതിന് കുറച്ചുകൂടെ കൂടുതൽ ഇതുണ്ട് ഇതിന്റെ ചാണകത്തിൽ. സയന്റിഫിക്കലി സെല്ലുലോസ്, ഹെമി സെല്ലുലോസ്, ഈ ഒരു 3 കാര്യങ്ങൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കൃഷിയിടത്തിലെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പ്രകൃതി ഭക്ഷ്യോൽപ്പന്ന യൂണിറ്റിലേക്കാണ് പോയത്. മായമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു യൂണിറ്റ് ഇവിടെ ആരംഭിക്കുന്നത്. കണ്ണൻ കായപ്പൊടി, ചോളപ്പൊടി, റാഗിപ്പൊടി തുടങ്ങി നിരവധി ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഇവിടെ നിർമ്മിക്കുന്നു. ഇവിടെ കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും കൂടാതെ കർഷകരിൽ നിന്നെടുക്കുന്ന ഉൽപ്പന്നങ്ങളും പിന്നീട് മൂല്യവർദ്ധിത വസ്തുക്കളാക്കി മാറ്റുന്നു. ഇവയുടെ എല്ലാം വിശദാംശങ്ങൾ വാണി മേഡം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇവിടെ ഓരോ സ്ഥലവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് പടികളിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വിത്ത് സൂക്ഷിക്കാനുള്ള ഇടം. അതിനുശേഷം ഞങ്ങൾ പോയത് മുകളിലെ ഡ്രൈയിങ് യൂണിറ്റിലേക്കാണ്. അവിടെ സൂര്യപ്രകാശം പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷ്യധാന്യങ്ങൾ ഉണക്കുന്നുണ്ട്. റാഗിയും കണ്ണൻ കായയും മറ്റും ഉണക്കുന്നതും അതിൻ്റെ വിശദാംശങ്ങളും വാണി മേഡം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം സീസണൽ ഫ്രൂട്ട്സൊക്കെ ഡീപ്പ് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കുന്നത് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. ഇവിടെ നാടൻ ഫലവൃക്ഷ തൈകളും പച്ചക്കറി തൈകളും മിതമായ വിലയിൽ ലഭ്യമാണ്. ഗുണമേന്മയുള്ള നാടൻ ഭക്ഷ്യവിഭവങ്ങൾ ഇവിടെ ലഭ്യമാണ്. റാഗിപ്പൊടി, ചോളപ്പൊടി, കണ്ണൻ കായപ്പൊടി, മഞ്ഞൾപ്പൊടി, തേൻ, വെളിച്ചെണ്ണ തുടങ്ങി നിരവധി ഉൽപ്പന്നങ്ങളും കൂടാതെ കുട്ടികൾക്കായി തടിയിൽ തീർത്ത കളിപ്പാട്ടങ്ങളും ഇവിടെ ലഭ്യമാണ്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് സംഭരണ വിലയും വിപണന വിലയും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൂടെ കർഷകർക്ക് ന്യായവില ഉറപ്പാക്കുന്നു. കാഴ്ചകൾ കണ്ട ശേഷം ഇവിടുത്തെ പോഷകസമൃദ്ധമായ എള്ളുണ്ടയും കഴിച്ചു. കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ വിറ്റഴിക്കുന്നു. മിച്ചം വരുന്നവ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നു.
ലെവലിൽ തിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ പുതുതലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം. നല്ലൊരു മേഖലയാണ്. അതില് നമുക്ക് ഒത്തിരി കാര്യങ്ങള് നമുക്ക് നേരിട്ടല്ലാതെയും കഴിയും. ഒരുപാട് സ്പിരിച്വൽ ആയിട്ടൊരു നിറവ്, ആത്മീയമായിട്ടൊരു ഫീലിംഗ് ഉണ്ട്. അത് പാരസ്യമായിട്ടുള്ള ഫീലിംഗ്. പിന്നെ നമ്മളതിനെ കുറിച്ചിട്ട് സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രീബയോട്ടിക് ആയിട്ടുള്ളൊരു ഗട്ട് ബാക്ടീരിയ ആക്സസ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ലാക്ടോബാസിലസ് സബ്റ്റിലിസ് ശരിക്കും നല്ല മണ്ണിലും കാണുന്നുണ്ട്, നമ്മുടെ വയറ്റിലും കാണുന്നുണ്ട്. ഇവര് തമ്മിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ ഹീലിംഗ് ഗാർഡൻ, ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയിലൊക്കെ നമ്മൾ ഈ ഒരു ഇതാണ് നമ്മൾ പല കാര്യങ്ങളും പല വാല്യൂസും നമ്മൾ എക്കോസിസ്റ്റത്തിന് പഠിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ തലമുറ ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുകയും ശ്രദ്ധിച്ചിട്ട് കൃഷിയിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്താൽ എല്ലാ കാര്യങ്ങളും നമ്മൾ പല മാനങ്ങളിൽ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക, പാരിസ്ഥിതിക മാനങ്ങളും കൂടെ മനസ്സിലാക്കി ഇറങ്ങിയ സക്സസ് വിജയകരമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ കൾച്ചറിൽ തന്നെ, സംസ്കാരത്തിൽ തന്നെ നമ്മുടെ കൾച്ചറൽ സബ് കോൺഷ്യസ് അതിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. എത്തിനിക്കായിട്ടുള്ള ഒരുപാട് ആഹാരങ്ങൾ ഇതിൻ്റെ പോലെ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി എങ്ങനെ വരുന്നത്, അതും ഒരു നിലനിൽക്കാനൊരു ഘടകമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള നമുക്ക് കൃത്യമായിട്ടുള്ള വില കിട്ടിയാൽ മാത്രമേ സാമ്പത്തിക അന്തസ്സിനനുസരിച്ച് ജീവിക്കാൻ വളരെ പ്രധാനമാണ്. പൈസ അന്തസ്സ് കൊണ്ടുവരുന്നതാണ്. പക്ഷെ ന്യായവില കിട്ടിയില്ലെങ്കിൽ ചൂഷണത്തിന് വിധേയമാവുകയും ചൂഷണത്തിന് വിധേയമാകുമ്പോൾ നമ്മളൊരു വൾണറബിൾ സെക്ഷനായിട്ട് കർഷക സമൂഹം മാറുകയും ചെയ്യും. അപ്പോൾ ദുർബല ജനങ്ങളായിട്ട് മാറുമ്പോൾ എപ്പോൾ വേണേലും ആ ദുർബലതയെ വീണ്ടും ചൂഷണം ചെയ്യാനും നമ്മളെത്ര മാനവികത പറഞ്ഞാലും ചൂഷണത്തിന് വിധേയമാകുന്ന ഒരു സമൂഹത്തേക്ക് വന്നത്. അപ്പോൾ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത് വളരെ ക്രിയാത്മകവും ചലനാത്മകവുമായിട്ടുള്ള നല്ലൊരു മേഖലയാണ്. ഒത്തിരി വ്യക്തിപരമായിട്ടും ഗുണം ചെയ്യും, സാമ്പത്തികപരമായിട്ടും ഗുണം ചെയ്യും ഒക്കെ. പക്ഷെ വളരെ ശ്രദ്ധാപൂർവം ശാസ്ത്രീയമായിട്ട് നന്നായിട്ട് പഠിച്ച് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ പ്രാഥമിക മേഖലയായിട്ടുള്ള കൃഷി, ദ്വിതീയ മേഖലയായിട്ടുള്ള നിർമ്മാണ മേഖലയായിട്ടുള്ള മൂല്യവർഗീയ ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ വൈവിധ്യവൽക്കരണം, തൃതീയ മേഖലയായിട്ടുള്ള വിപണി പോലുള്ള ട്രെയിനിങ്ങുകൾ പോലുള്ള എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ നാലാമത്തെ മേഖല കോട്ടണറി മേഖലയായിട്ടുള്ള ഇൻക്യുബേഷൻ വികസനം. അതിപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നല്ല പ്രീബയോട്ടിക്കൊക്കെ ആയിട്ടുള്ള നല്ല നമ്മുടെ ഗട്ട് ബാക്ടീരിയയൊക്കെ കൂട്ടുന്ന, കുടലിലെ ബാക്ടീരിയയൊക്കെ കൂട്ടുന്ന നല്ല ഒരു എന്താ പറയുക ആഹാരം, നല്ല ആഹാരം ആരോഗ്യത്തിനായിട്ട്, സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനായിട്ട് അത് വികസിപ്പിച്ചെടുക്കുക. പ്രോഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ, അതായത് മൂല്യവർദ്ധിത ഉൽപ്പന്നത്തിൻ്റെ വൈവിധ്യവൽക്കരണം, അത് ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, അത് പിന്നെ കൃഷിയിൽ തന്നെ ഇപ്പോൾ പ്രതിസന്ധി ശാസ്ത്രീയ രീതിയിൽ നമ്മൾ ലിക്വിഡ് കാർബൺ പാത്വേ പോലുള്ള കാര്യങ്ങളിൽ അവിടുത്തെ സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ, അതോടൊപ്പം തന്നെ പ്രകൃതി കൃഷി കുറച്ചുകൂടെ എങ്ങനെ മെച്ചപ്പെടുത്തി എടുക്കാം പല രീതിയിൽ, അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ നിരന്തരം നമ്മൾ ഗവേഷണങ്ങളും വികസന പ്രവർത്തനങ്ങളും നടത്തുന്നതായിരുന്നു. പിന്നെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസിനെ പ്രാപ്തമാക്കുക, ആക്സസ് ചെയ്യുക. അതായത് നൂതന ആശയങ്ങളെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം നൂതനാശയം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ന്യൂട്രീഷനൊക്കെ, അതായത് പോഷകങ്ങളെയൊക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള പ്രോസസ്സിങ്, വാല്യൂവേഷൻ പ്രോസസ്സിങ്. ഉദാഹരണം തന്നെ ഫ്രീസ് ഫ്രൈയിങ് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന നിലനിൽക്കുന്ന പോഷകങ്ങൾ പോലുള്ള ഫ്രീസ് ഫ്രൈ ചെയ്യും, നന്നായിട്ട് നിലനിൽക്കും. അതിൻ്റെ ഷുഗർ കണ്ടൻ്റൊക്കെ നമുക്ക് ഇത് ചെയ്യും, കുറേ മൂലങ്ങൾ വോൾട്ടറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജീസ് എങ്ങനെയൊക്കെ പ്രാപ്തിയാക്കും, അതിൽ നമ്മുടെ സ്ഥാപനങ്ങളുടെ പങ്ക്, കൃഷി വകുപ്പ് പോലുള്ള, കൃഷി വിജ്ഞാന കേന്ദ്രം പോലുള്ള, കാർഷിക സർവകലാശാല പോലുള്ള, CTCR പോലുള്ള സെൻട്രൽ ഫുഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, പ്ലാന്റേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക്
സാധ്യമാവും, ലഭ്യമാവും എന്നൊക്കെ നമ്മൾ നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കും. അത് വളരെ പ്രധാനമാണ്. ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യുക, ശാസ്ത്രത്തെ വീണ്ടും വീണ്ടും നമ്മൾ നവീകരിച്ചുകൊണ്ടും അതിന് മുകളിൽ ചിന്തിച്ചുകൊണ്ടും അതിന് കോഗ്നിറ്റീവ് സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് ഒക്കെ ഇരിക്കുക. ചിന്തകളുടെ മേലെ ചിന്തിക്കാൻ നോക്കുക. പിന്നെ പലതിനും നമ്മൾ വിധേയമാകാതെ അടിമകളാകാണ്ടിരിക്കും. അപ്പോൾ ഒരു ടെക്നോളജി വരെ നമ്മളേക്ക് ഈ ടെക്നോളജി ഭയങ്കര സൂപ്പറാണ്, അൾട്ടിമേറ്റാണ്, അങ്ങനെയല്ല. എല്ലാത്തിനും മെറിറ്റും ഡീമെറിറ്റും. അപ്പോൾ അതെത്രത്തോളം സസ്റ്റൈനബിളാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സുസ്ഥിരമാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതെത്രത്തോളം പരിസ്ഥിതിയായിട്ട് നീതി കൊടുക്കുന്നു, അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കേണ്ട വിഭവങ്ങളാണ് നമ്മൾ എക്സ്പോസ്റ്റ് ചെയ്ത് നമ്മൾ മാക്സിമം ഊറ്റി ഉപയോഗിക്കുന്നത്. അത് ഭയങ്കര എന്താ പറയാ, വല്ലാത്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കൊണ്ടുചെല്ലുന്നത്. പോഷക ദാരിദ്ര്യം, നമുക്കിപ്പോ ഭക്ഷണ ദാരിദ്ര്യം ഇല്ല, പോഷക ദാരിദ്ര്യം എല്ലാവർക്കും വിറ്റാമിൻ്റെ വേസ്റ്റും വേസ്റ്റും അല്ലെ. അപ്പൊ നമ്മള് ഇത്രയും നാളെ ഇത്രയും ശാസ്ത്രജ്ഞത്തിന് പുരോഗതി ഉണ്ടായിട്ടും നമ്മൾ ഇത് നേടുന്നില്ല, ആരോഗ്യം നേടുന്നില്ല. ഇത് വളരെ പ്രധാനമാണ്. ഇതാണ് കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്ന ഓരോ ആൾക്കാരും എത്ര നല്ല ആഹാരം സമൂഹത്തിന് കൊടുക്കണം, എത്ര ആരോഗ്യം തരുന്ന ആഹാരം സമൂഹത്തിന് കൊടുക്കണം, നന്മ ചെയ്യണമെന്ന് ചിന്തിച്ചുകൊണ്ട് കടന്നു വന്നാൽ 100% അല്ല, 1000% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എനിക്ക് ആ ഒരു നല്ലൊരു ആത്യന്തികമായിട്ട് നന്മയും വിഭവങ്ങളെ നീതിപൂർവ്വവും ബുദ്ധിപൂർവ്വവും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റ് ആൾക്കാരിൽ നിന്ന് നമ്മൾ തിരിച്ചു വരയ്ക്കാതെ നമുക്ക് വേണ്ടത് മാത്രം എടുത്ത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എത്രത്തോളം കാര്യക്ഷമതയോടെ വിശ്വസിയോടെ കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റുക, അതൊക്കെ സന്തോഷമാണ്. ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് ഉപയോഗിച്ച് പ്രകൃതിക്കും മനുഷ്യനും ഒരേപോലെ ഉപയോഗപ്രദമായ രീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. അത് അറിയുവാനും മനസ്സിലാക്കാനും കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്നത്തെ ദിവസം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. വാണി ചേച്ചി ആയാലും വിജിത്ത് ചേട്ടനായാലും ഒരുപാട് കാര്യങ്ങൾ വളരെ അർത്ഥവത്തായിട്ടാണ് നമുക്ക് പറഞ്ഞു തന്നത്. കാര്യങ്ങൾ കണ്ടറിയുന്നതിനോടൊപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരിട്ട് പോയി അനുഭവിച്ചത് എന്താണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രകൃതി, കൃഷി എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം വഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിച്ചു. സാധാരണഗതിയിൽ ഒരു കൃഷിയിടമെന്ന് പറയുമ്പോൾ അവിടെ ഏകവിളകൾ മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ഏരിയയിൽ ഒരു 5 ക്രോപ്സ് എങ്കിലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതിലൂടെ സോയിലിൻ്റെ മൈക്രോബിയൽ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുകയും വിളകൾക്ക് വരുന്ന രോഗങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ പ്രകൃതി കൃഷിയുടെ പ്രാധാന്യം എന്താണെന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ വ്യക്തമായി. അതുകൂടാതെ തന്നെ ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് എന്താണെന്നും കൃഷിയും അതിനോടൊപ്പം തന്നെ കന്നുകാലി വളർത്തലും വേസ്റ്റ് മാനേജ്മെൻറ്റും എല്ലാം ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ കർഷക ദമ്പതികൾ വളർന്നു വരുന്ന തലമുറയ്ക്ക് നല്ലൊരു മാതൃകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച ദിവസമായിരുന്നു. ഇന്ന് ഒരുപാട് കൃഷിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടേക്ക് വരുമ്പോൾ പ്രകൃതി ജൈവ കലവറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഞാൻ ആലോചിച്ചു എന്തുകൊണ്ട് ജൈവ കലവറ എന്ന് പേരിട്ടു. അത് ഇവിടെ വന്നപ്പോൾ ശരിക്കും എനിക്ക് മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ ഒരു ഒറ്റവിള കൃഷി അല്ലാതെ ഒരുപാട് കൃഷി ഒരേ സ്ഥലത്ത് എങ്ങനെ നടത്തി അത് വിജയിപ്പിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. എന്തുകൊണ്ട് അങ്ങനെ ഒരു കൃഷി രീതി ഉണ്ടാവണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി വളരെ നന്നായി പഠിപ്പിച്ചു തന്ന പ്രിയപ്പെട്ട വാണി ചേച്ചിക്കും പ്രിയപ്പെട്ട വിജിത്ത് ചേട്ടനും വളരെ നന്ദി അറിയിച്ചുകൊണ്ട് ഇവിടുന്ന് ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് ഇവിടുന്ന് പോകുന്നു.